ദൗത്യം പാതിവഴിക്ക് ഉപേക്ഷിച്ച് നാസയുടെ ലെമൻ ക്രൂസ് സംഘം ഭൂമിയിലെത്തിയിരിക്കുകയാണ്. ഐസൻ, ഇവരെ കപ്പലിലെത്തിച്ച ശേഷമാണോ പേടകത്തിൽ നിന്ന് പുറത്തിറക്കുക? ചേമൻ നമ്പ്യാർ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ കപ്പലിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ പേടകത്തിൻ്റെ ഇപ്പുറത്ത് അല്ലെങ്കിൽ പേടകത്തിനും പുറത്ത് നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ പേടകം കപ്പലിലേക്ക് അടുക്കുകയും ആ കപ്പലിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഒരു കുഷനിങ് സംവിധാനമുണ്ട്. ആ കുഷനിങ് സംവിധാനത്തിലേക്ക് കൃത്യമായി ക്രെയിൻ ഉപയോഗിച്ച് കയറ്റി വയ്ക്കുകയാണ് ചെയ്യുക. ഈ പേടകം അങ്ങോട്ട് എത്തിക്കുന്നത് ഇപ്പോൾ ഈ പേടകം കുറേ കൂടി വ്യത്യസ്തമായൊരു കാര്യം, ഈ നിരവധി ഇത്തരത്തിലുള്ള സ്പ്ലാഷ് ഡൗണുകൾ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ നമുക്ക് കാണാവുന്ന ഏറ്റവും കൗതുകകരമായൊരു കാര്യം, ഈ പേടകത്തിൽ തന്നെ ഒരു റിക്കവറി ചെയ്ത ഒരു നാവികൻ നിൽക്കുന്നു എന്നതാണ്. അത്തരത്തിലൊരു പ്രത്യേകത ഈ പേടകത്തിൻ്റെ ഇന്നത്തെ തിരിച്ചുവരവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പേടകം കെട്ടിവരിച്ച് കൊണ്ടുവരുന്ന വേളയിൽ അതിനുള്ളിലുള്ള ആളുമായി കൃത്യമായി സംവദിക്കുന്നതിന് വേണ്ടിയായിരിക്കാം, ഒരുപക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളായതുകൊണ്ടായിരിക്കാം, കൃത്യമായ ഒരു എന്തെങ്കിലും ലക്ഷ്യത്തോടെ ആയിരിക്കാം അദ്ദേഹത്തെ അവിടെ നിർത്തിയിരിക്കുന്നതെന്നും നമുക്ക് ചില സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ട്. എങ്കിലും അത്തരത്തിലൊരു സ്വഭാവം, അത്തരത്തിലൊരു രീതി ആദ്യമായാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അല്പസമയത്തിനകം ആ പേടകം ഇപ്പോൾ കൃത്യമായി ആ മൗണ്ടിങ് പൊസിഷനിലേക്ക്, അതായത് ആ കപ്പലിലെ ആ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. കൃത്യമായ ചെറിയ ബോട്ടുകൾ കൃത്യമായി രണ്ട് ഭാഗത്തേക്കും പോയി, രണ്ട് ഭാഗത്തും ബോട്ടുകൾ ഉണ്ടായിരിക്കും, ആ രണ്ട് ഭാഗത്തേക്ക് പോയി കൃത്യമായ പൊസിഷനിലേക്ക് ഈ പേടകത്തെ എത്തിക്കുകയും തുടർന്ന് കപ്പലിലെ ക്രെയിനാണ് പ്രവർത്തിക്കുക. കപ്പലിലെ ക്രെയിനാണ് ഇത് ഉയർത്തി കൃത്യമായി അവിടേക്ക് വെക്കുകയും ചെയ്യുക. അതിനുശേഷം ഉടൻ തന്നെ വൈകാതെ തന്നെ ഈ റിക്കവറി പ്രോസസ്സ് നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഈ റിക്കവറി പ്രോസസ്സ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഇതുവരെ ഉണ്ടായിരുന്നത് ചരിത്രപരമായി ഒരു പ്രത്യേകത കൂടിയുള്ളത്, ഇതുവരെ ഉണ്ടായിരുന്നവർ ആരോഗ്യവാന്മാരായ ബഹിരാകാശ യാത്രികരാണെങ്കിൽ ഇതിൽ ഒരാൾ ആരോഗ്യവാനല്ലാത്ത അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു ബഹിരാകാശ യാത്രികരാണ് എന്ന കൃത്യമായൊരു മാറ്റവും ഒരു വെല്ലുവിളിയുമുണ്ട്. അദ്ദേഹത്തെ പുറത്തിറക്കേണ്ടതുണ്ട് ആദ്യം തന്നെ. അത്തരത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ ആയിരിക്കില്ല ആദ്യം പുറത്തിറക്കുക, അതും തീർത്ത് പറയാറായിട്ടില്ല, എങ്കിൽ കൂടി അദ്ദേഹത്തെ പുറത്തിറക്കേണ്ടതുണ്ട്, ബാക്കിയുള്ളവരെയും പുറത്തിറക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ രോഗബാധിതനായ ആളുടെ പേര് വിവരം പോലും പുറത്തുവിട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഈ രോഗബാധിതനായ ആളെ പുറത്തിറക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വരാൻ സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ സ്വകാര്യത സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ആ ദൃശ്യങ്ങളും വരാനുള്ള സാധ്യത താരതമ്യേന കുറവാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും ഒരു പക്ഷേ അത് തീർത്തും നമുക്ക് തള്ളിക്കളയാനുമാവില്ല. അങ്ങനെ 4 പേരുടെയും റിക്കവറി കപ്പലിൽ വെച്ച് തന്നെയായിരിക്കും നടക്കുക. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ പേടകം കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുന്ന ആ പൊസിഷന് മുകളിലായി ഒരു പ്ലാറ്റ്ഫോം, ഒരു ബാൽക്കണി പോലെ കാണാൻ സാധിക്കും. അവിടെ ഉദ്യോഗസ്ഥരെല്ലാം നടക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ക്യാമറ വെച്ചിരിക്കുന്ന ഒരു പൊസിഷനുണ്ട്. അതായത് ഇപ്പോൾ ഈ കപ്പലിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങൾ പകർത്തുന്ന ക്യാമറാമാൻ നിൽക്കുന്ന ആ പൊസിഷനിലേക്കായിരിക്കും ഇവിടെ നിന്നുള്ള ആളുകൾ ഇറങ്ങുക. അതായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഈ പേടകം എടുത്തു വെച്ചതിന് ശേഷം അതിനുള്ളിൽ നിന്നും ആളുകൾ ഇറക്കുന്ന ആ ഭാഗത്താണ് ഇപ്പോൾ ക്യാമറാമാൻ നിൽക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഈ കപ്പലിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കും. ആ കോണിപ്പടിയും അതിന് മുകളിലുള്ള പ്ലാറ്റ്ഫോമും ആ പ്ലാറ്റ്ഫോമിൽ ഒരാൾ നിൽക്കുന്നതെല്ലാം തന്നെ, 1-2 പേർ നിൽക്കുന്നതെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടേക്കായിരിക്കും ഈ പേടകത്തെ കൊണ്ട് വയ്ക്കുക. ആ പേടകത്തെ കൊണ്ട് വെച്ചതിന് ശേഷം അവിടെ നിന്നാണ് അവരെ പുറത്തിറക്കാനുള്ള നടപടികൾ ചെയ്യുക, ഓരോരോ പ്രവർത്തനങ്ങൾ ചെയ്യുക. അതിൻ്റെ വാതിൽ തുറക്കുന്നു. വാതിൽ തുറന്നതിന് ശേഷം ഓരോരുത്തരായി കൃത്യമായി സ്ട്രെച്ചറിന് സമാനമായ രീതിയിൽ അവരെ പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യുക. അതിനുശേഷം അങ്ങനെ തന്നെ വളരെ സുരക്ഷിതരായി കൊണ്ടുപോകും. ചിലരൊക്കെ എണീറ്റ് നടന്ന ചരിത്ര സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ കൂടി സാധാരണഗതിയിൽ ആരോഗ്യവാന്മാരായ ബഹിരാകാശ യാത്രികരാണെങ്കിൽ കൂടി പെട്ടെന്ന് ഈ ഭൂഗുരുത്വാകർഷണ ബലത്തിലേക്ക്, അതായത് കേവലം 10 മിനിറ്റ് മാത്രമാണ് ഗുരുത്വാകർഷണ ബലത്തിലേക്ക്, അതായത് 6 മാസത്തോളം അല്ലെങ്കിൽ 5 മാസത്തിലേറെ ബഹിരാകാശത്ത് കഴിഞ്ഞതിന് ശേഷം 10 മിനിറ്റോ 15 മിനിറ്റോ മാത്രമാണ് ഭൂമിയിലെ ഒരു അന്തരീക്ഷത്തിൽ അവർ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് പല രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു പേടകത്തിലാണ് വന്ന് അവർ എത്തിയിട്ടുള്ളത്, ഇരിക്കുന്നത്. അതായത് കടലിൻ്റെ തിരമാലകളുടെ ഓളങ്ങൾക്കനുസരിച്ച് ആടിയുലയുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ആടിയുലയുന്ന സാഹചര്യത്തിൽ ഗുരുത്വാകർഷണ ബലമില്ലാത്ത സാഹചര്യത്തിൽ നിന്നും വെല്ലുവിളികൾ നിറഞ്ഞ ഗുരുത്വാകർഷണ കേന്ദ്രത്തിലേക്ക് എത്തിയതിന് ശേഷം അവർ എത്തുന്നു എന്നുള്ളതെല്ലാം തന്നെ അവരുടെ ആരോഗ്യ പ്രശ്നം സംബന്ധിച്ച്, ആരോഗ്യത്തിൻ്റെ വിഷയം സംബന്ധിച്ച് കൃത്യമായ ചില സാഹചര്യങ്ങളും അല്ലെങ്കിൽ ചില ചലഞ്ചുകളും ഉണ്ടാകും. ആ വെല്ലുവിളികളെല്ലാം തന്നെ നേരിടുന്നതിൻ്റെ ഭാഗമായാണ് കൃത്യമായും ഇവരെ സുരക്ഷിതരായി കയറ്റി അവിടെ നിന്ന് അവരെ ഇറക്കിയതിന് ശേഷം മറ്റു നടപടികളിലേക്ക് നീങ്ങുക. ഇപ്പോൾ ഈ ആരോഗ്യ പ്രശ്നമുള്ള അല്പസമയത്തിനകം ഈ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അത് കൃത്യമായി അതിൻ്റെ പൊസിഷൻ ചെയ്യുക എന്ന ഒരു പ്രവൃത്തിയാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഈ പൊസിഷനിങ് കൃത്യമായി നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ക്രെയിനുകൾ പ്രവർത്തിക്കാൻ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രെയിനുകളുടെ
തൂണുകൾ സൈഡിൽ നിന്ന് വശത്തു നിന്നുള്ള തൂണുകൾ ചെരിയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ കൃത്യമായി താഴെ വന്നതിന് ശേഷം ഈ ഡ്രാഗൺ പേടകത്തെ എടുത്തുയർത്തുകയാണ് ചെയ്യുക. എടുത്തുയർത്തി കൃത്യമായ ഒരു വെർട്ടിക്കൽ പൊസിഷനിൽ അവിടെ കൊണ്ട് സ്ഥാപിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ആ ക്രെയിനുകൾ താഴ്ന്നു വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പേടകത്തെ ഉയർത്തുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഓളമുള്ളത് കൊണ്ട് തന്നെ പേടകം വെള്ളത്തിൽ കുറേ കൂടി സ്റ്റേബിളായി നിർത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഈ ചെറുബോട്ടിൽ നിന്നുള്ള സൈനികർ കൃത്യമായി അതിനെ വടം കെട്ടി വലിച്ച് ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ കുറേ കൂടി ചെരിഞ്ഞ് ക്രെയിനുകൾ ഇപ്പോൾ കൃത്യമായും പേടകത്തെ എടുത്തുയർത്തുന്നതിനുള്ള നീക്കങ്ങൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. ക്രെയിൻ ഓപ്പറേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ക്രെയിനിൻ്റെ പൊസിഷൻ, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി 90 ഡിഗ്രിയിൽ നിലനിന്നിരുന്ന ക്രെയിനിൻ്റെ ലെഗുകളാണ് ഇപ്പോൾ കൃത്യമായി ചെരിഞ്ഞ് ഒരു പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ മറ്റു നടപടികളുടെ ഭാഗമായി ഒരു നാവികൻ അതിന് മുകളിലേക്ക് കയറുന്ന ദൃശ്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഏത് രീതിയിലായിരിക്കും തുടർന്നുള്ള നടപടികൾ ഉണ്ടാവുക എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് ഒരു ആക്ടിവിറ്റി, അതായത് റിക്കവറി ആക്ടിവിറ്റിയാണ്. ബഹിരാകാശ നിലയത്തിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് നാവികസേനയുടെ അല്ലെങ്കിൽ നാവിക സംവിധാനങ്ങൾ, നാവിക പ്രവർത്തനങ്ങളുടെ ഒരു എക്സ്പെർട്ടൈസാണ് ഇപ്പോൾ നടക്കേണ്ടിയിരിക്കുന്നത്. വെള്ളത്തിൽ ഉയർന്നു കിടക്കുന്ന ഒരു വസ്തു മറ്റൊരു പേടകത്തിലേക്ക് അല്ലെങ്കിൽ കപ്പലിലേക്ക് എടുത്ത് ഉയർത്തുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിദഗ്ധ വിഭാഗമാണ് ഇത് നേരിട്ട് ഈ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അതിൻ്റെ ഫ്ലോട്ടിങ്ങിൻ്റെ ബാലൻസിനെയൊക്കെ അറേഞ്ച് ചെയ്യുന്നതിനായിരിക്കാം ഒരു പക്ഷേ ഈ നാവികൻ മുകളിലുള്ളത്. ഇപ്പോൾ നാവികൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്ന ദൃശ്യവും നമുക്ക് മനോഹരമായൊരു ദൃശ്യം കാണാനും സാധിച്ചു. അത് ആ നാവിക ഇപ്പോൾ മറ്റേ ആ ചെറുബോട്ടിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ പേടകം എടുത്തുയർത്തുന്ന നടപടികൾ ആരംഭിക്കും. എടുത്തുയർത്താൻ ആരംഭിക്കുന്നു നിമിഷങ്ങൾക്കുള്ളിൽ എന്നാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. കൃത്യമായും ആ പേടകം കപ്പലിനോട് വളരെ അടുത്ത്, അതായത് കപ്പലിൻ്റെ ആ ഒരു റബ്ബർ ഫ്ലോട്ടിൻ്റെ അടുത്തേക്ക് കൃത്യമായി എത്തിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉയർത്തി കൃത്യമായ പൊസിഷനിലേക്ക് വെക്കുക എന്നതാണ്. അതായത് ഈ 4 തൂണുകൾ കാണുന്ന ആ 4 തൂണുകളുടെ കൃത്യം നടുഭാഗത്തേക്ക് പേടകത്തെ വെക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ പേടകത്തെ കൊണ്ട് നിർത്തുകയാണ് ചെയ്യുക. അതിനുശേഷമാണ് റിക്കവറി നടപടികളെല്ലാം തന്നെ, അതായത് ഇതിനുള്ളിലുള്ളവരെ പുറത്തിറക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇത് പേടകം ഉയർത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതിൻ്റെ പൊസിഷൻ കുറേ കൂടി കൃത്യമായി അതിൻ്റെ താഴ്ഭാഗത്തു നിന്നെല്ലാം തന്നെ പൊസിഷൻ കാണാനും സാധിക്കുന്നുണ്ട്. പേടകം ഉയർത്തിക്കൊടുത്ത് തുടങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്നും കാണുന്ന സൂചനകളിൽ നിന്നും പേടകം ഉയരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഫ്ലോട്ടിംഗ് പൊസിഷനിൽ നിന്നും മാറി ഒരു ഫോഴ്സ്ഡ് ലിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഫോഴ്സ് ലിഫ്റ്റിംഗ് നടന്ന് കൃത്യമായും അത് ആ പേടകം ഇറക്കി വയ്ക്കുക എന്ന ഒരു പ്രൊഫഷണൽ ആക്ടിവിറ്റിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാവിക വിദഗ്ധന്മാരെല്ലാം തന്നെ ഇത്തരത്തിൽ കടലിലുള്ള സംവിധാനങ്ങൾ, കടലിലുള്ള സാധനങ്ങൾ എടുത്ത് കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നത് പോലെ, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന സമാനമായ രീതിയാണ്. ഇപ്പോൾ പേടകം ഉയരുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ പേടകത്തെ ക്രെയിനിൽ കൃത്യമായി ഉയർത്തിയെടുക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പേടകം കൃത്യമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഈ ക്രെയിൻ ഓപ്പറേറ്റഡ് ആണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കൃത്യമായി കപ്പലിലേക്ക് പേടകത്തെ കയറ്റുന്ന ആ ക്രെയിൻ വീണ്ടും ആ 90 ഡിഗ്രിയിലേക്ക് എത്തുന്ന ഒരു മൂവ്മെൻറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൃത്യമായി പേടകം കൃത്യമായ പൊസിഷനിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ക്രെയിനുകൾ ഉയർന്നു കഴിഞ്ഞു. ഇപ്പോൾ അല്പസമയത്തിനകം നമുക്ക് കാണാവുന്നതാണ് ആ പ്ലാറ്റ്ഫോമിലേക്ക് ഈ പേടകത്തെ കൊണ്ടുവയ്ക്കുക എന്നതാണ്. അതായത് താഴെ നമ്മൾ നേരത്തെ കണ്ട പ്ലാറ്റ്ഫോമിലേക്ക് ആ പേടകം വളരെ കൃത്യമായി എത്തിച്ച് അവിടെ മൗണ്ട് ചെയ്യുക എന്നതാണ് ഇനി അടുത്ത വെല്ലുവിളി, അല്ലെങ്കിൽ അടുത്ത ഒരു ദൗത്യമായുള്ളത്. അതിനുശേഷമായിരിക്കും അവരെ പുറത്തിറക്കുകയും ചെയ്യുക. ഇപ്പോൾ അതിന് വെച്ചതിന് ശേഷം ട്രാക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പേടകം കപ്പലിലേക്ക് എത്തിയിരിക്കുകയാണ്, കപ്പലിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇനി അതിൽ കൃത്യമായി അത് ഉറപ്പിക്കേണ്ടതുണ്ട്. ഉറപ്പിച്ചതിന് ശേഷമാണ് അത് ആ റെയിലിലൂടെ സഞ്ചരിച്ച് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക. ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് കുറച്ച് മീറ്ററുകൾ മാറിയാണ് ഈ പ്ലാറ്റ്ഫോം ഉള്ളത്. ആ പ്ലാറ്റ്ഫോമിലേക്ക് കൃത്യമായും ഈ പേടകത്തെ അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പേടകം അവിടെ ആ പൊസിഷനിൽ, അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു കുഷൻഡ് പൊസിഷനിലേക്ക് പേടകത്തെ ഇറക്കി വയ്ക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അതിനകത്തേക്ക് കുറേയൊക്കെ കൃത്യമായി നോക്കിയാൽ ചെറിയ ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിക്കുമെന്നത് ഒരു വസ്തുത തന്നെയാണ്. മുകളിലെ പേടകത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള വിൻഡോകളിലൂടെയായിരിക്കും, അല്ലെങ്കിൽ മുകളിലും തൊട്ട് താഴെയുമുള്ള വിൻഡോകളിലൂടെ ബഹിരാകാശ യാത്രികരെ നമുക്ക് കാണാനും സാധിക്കും. ഇപ്പോൾ ഏതാണ്ടൊക്കെ ഡോക്കിംഗ്, അതായത് ഈ കപ്പലിൽ അത് മൗണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കൃത്യമായ പൊസിഷൻ ചെയ്യുന്നുണ്ട്. പല പൊസിഷനുകളും അത് സ്വമേധയാ അതിൻ്റെ ഗ്രൂ മൂവ്മെൻറ്റുകളൊക്കെ കൃത്യമായി നടക്കുന്നതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന, ഇപ്പോൾ നിമിഷങ്ങൾക്കകം അത് കൃത്യമായി മൗണ്ട് ചെയ്യുമെന്നാണ് അറിയാനും സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും അതേ ആ പ്ലാറ്റ്ഫോം നിൽക്കുന്നത് തന്നെ ഒരു റെയിലിലാണ്.
ഇപ്പോൾ കുറെ കൂടി കൃത്യമാർന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഉറപ്പിക്കുന്നതിനുള്ള നടപടികളാണ് പുരോഗമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവരെ പുറത്തിറക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാകും. ഈ കാണുന്നതാണ്, അതായത് ഈ താഴെ കാണുന്ന ആ വാതിൽ പോലുള്ള ഘടകത്തിന് തൊട്ട് മുകളിലുള്ള വാതിലിലൂടെയാണ് ഇവർ പുറത്തു വരിക. ആ പൊസിഷൻ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ട്രേസ് ചെയ്ത് അവരെ കൃത്യമായും ആ പ്ലാറ്റ്ഫോമിനടുത്തേക്ക് അവരെ ഈ പേടകത്തെ കൊണ്ടുവരിക.